വെൽക്കം ടു ഗ്ലോസ് ചാനൽ. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ദിശാഹീൻ ദിശ അറിയാത്ത ദിശ എന്ന മോഹൻ രാകേഷ് എഴുതിയ ലേഖനത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഡിസംബർ 25 താരീഖ്, ഡിസംബർ 1952 25-ാം തീയതി തേർഡ് ക്ലാസ്സിൽ ഡിബയിൽ ഉപ്പർ സീറ്റിൽ ബിസ്തർ എന്ന് പറഞ്ഞാൽ ബെഡ് അഥവാ കിടക്ക. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അവിടെ കിടക്ക വിരിക്കുവാനുള്ള അവസരം ലഭിക്കുക. അതാണ് ബിസ്തർ ബിച്ചാനേക്കോ മിൽ ജായേ. അവസരം ലഭിച്ചാൽ അത് വലിയ കാര്യമാണ്. ഓഹ് ബഡി ബാത് ഹോത്തി ഹേ. കാരണം അത്രയധികം തിരക്കായിരിക്കും, നമുക്കൊന്ന് കിടക്കാൻ പോലുമുള്ള സൗകര്യം ഉണ്ടാവാറില്ല സാധാരണ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ. അതാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. മുझे ऊपर की सीट मिल गई थी. എനിക്ക് മുകളിലത്തെ സീറ്റ് തന്നെ ലഭിച്ചു. സോച്ച് രഹാ താ, ഞാൻ ചിന്തിച്ചു कि अब മുംബൈ തക്ക് യാത്രാമേ കോയി അസുവിധ നഹി ഹോഗി. ഇനിയിപ്പോൾ മുംബൈ വരെയുള്ള യാത്രയിൽ വേറെ യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചു. രാത് കോ ഠീക് സെ സോ സക്കൂങ്ക. രാത്രിയിൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുമല്ലോ. സോ സക്കൂങ്ക, സോ എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. മഗർ രാത് ആയി, പക്ഷേ രാത്രിയായപ്പോൾ തോമയോ വഹാ സോനേക്ക് ജഗ, ഞാൻ അവിടെ ഉറങ്ങുന്നതിന് പകരം എവിടെയായിരുന്നു? ഭോപ്പാലിലെ താൽ, അവിടെയുള്ളൊരു തടാകത്തിൽ ഒരു നാവ്, വള്ളത്തിൽ ലേറ്റാ ബൂട്ടെ മല്ല അബ്ദുൽ ജബ്ബാർ സെ ഗസൽ സുൻ രഹാ താ. അവിടെ ഒരു ചെറിയൊരു വള്ളത്തിൽ കിടന്ന് ഇരിക്കുന്ന ഒരു പ്രായമുള്ള വള്ളക്കാരനായ അബ്ദുൽ ജബ്ബാർ എന്ന വ്യക്തിയുടെ ഗസൽ സംഗീതം കേൾക്കുകയായിരുന്നു. സുൻ രഹാ താ. അപ്പം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഭോപ്പാൽ സ്റ്റേഷൻ പർ മേരാ മിത്ര. ഭോപ്പാൽ സ്റ്റേഷൻ വെച്ച് എൻ്റെ മിത്രമായ അവിനാശെത്തി എന്താണ് അദ്ദേഹം ചെയ്തത്? ജോ വഹാസെ നിക്കൽനെ വാലെ ഹിന്ദി ദൈനിക സമ്പാദൻ കർത്താത. ഭോപ്പാലിൽ നിന്നും തന്നെ അവിടുന്ന് ഇറങ്ങുന്ന ഒരു ഹിന്ദി ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം, അവിനാഷ് എന്ന് പറയുന്ന സുഹൃത്ത്. മുജ്സെ മിൽനെ കേലി ആയ ഥാ. അദ്ദേഹമാണ് ലേഖകനെ കാണുവാനായി ഭോപ്പാൽ സ്റ്റേഷനിലെത്തിയത്. മഗർ ബാത് കർത്തേ ഹി കി ജഗ ഉസ്നെ മേരാ ബിസ്തർ. പക്ഷേ സംസാരിക്കുന്നതിന് പകരം എന്താ ചെയ്തേ? ബാത് കർണെ, സംസാരിക്കുന്നതിന് പകരം എൻ്റെ കിടക്ക ലപ്പേട്ട് കർ ഖിഡ്കി സെ ബാഹർ ഫേക് ദിയ. അതെടുത്ത് ചുരുട്ടിക്കൂട്ടി വിൻഡോയിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഫേക് ദിയ, എറിഞ്ഞു. और खुद मेरा सूटकेस लिए हुए नीचे उतर गया. എന്നിട്ട് എൻ്റെ സൂട്ട് കേസും എടുത്ത് നേരെ ട്രെയിനിൽ നിന്നും ഇറങ്ങി. ഇസ് തരഹ മുझे एक रात के लिए वहाँ रह जाना पड़ा. അങ്ങനെ എൻ്റെ സുഹൃത്ത് ഇപ്രകാരം ചെയ്തതുകൊണ്ട് എനിക്കവിടെ ഒരു രാത്രി അവിടെ തങ്ങേണ്ടി വന്നു, ഭോപ്പാലിൽ തങ്ങേണ്ടി വന്നു. രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഹം ലോഗ് ഘൂംനെ നിക്കലെ, ഞങ്ങളവിടെ നിന്ന് കറങ്ങാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഘൂംതേ ഹുയെ ഭോപ്പാൽ താൽ കെ പാസ് പഹുഞ്ചേ. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഭോപ്പാൽ തടാകത്തിൻ്റെ അടുക്കിലെത്തിയപ്പോൾ എന്ത് തോന്നി? മൻ ഹോ ആയ, ഞങ്ങൾക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നി. കി നാവ് ലേക്കർ കുച്ച് ദേർ ഝീൽ കി സൗർ കി ജായേ. നമുക്ക് ഒരു വള്ളം എടുത്ത് കുറച്ചു നേരം ഝീൽ എന്ന് പറഞ്ഞാൽ തടാകം, ലേക്ക്, ആ തടാകത്തിലൂടൊരു യാത്ര ചെയ്യാമെന്ന് ഒരു ആഗ്രഹം തോന്നി. നാവ് ഠീക് കി ഗയി. അങ്ങനെ ഞങ്ങളൊരു വള്ളമൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു. കുറച്ച് സമയത്തിന് ശേഷം കുച്ച് ഹി ദേർ മേ ഹം ഝീൽ കെ ഉസ് ഭാഗ് മേ പഹുഞ്ച് ഗയെ. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എവിടെ എത്തി എന്നാണ് ലേഖകൻ പറയുന്നത്? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ തടാകത്തിൻ്റെ ഉസ് ഭാഗ് മേ പഹുഞ്ച് ഗയെ ജഹാ സെ ചാരോം ഓർ കെ കിനാരെ ദൂർ നസർ ആത്തെ തേ. അതായത് ആ ലേക്കിൻ്റെ നടുഭാഗത്തെത്തി. അവിടെ നോക്കുമ്പോൾ 4 സൈഡിൽ ആ തടാകത്തിന് 4 ചുറ്റിനും ഉള്ള തീരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. വഹാ ആക്കർ അവിനാഷ് കെ മൻ മേം ന ജാനേ ക്യാ. അവിടെ എത്തിയപ്പോൾ അവിനാശിൻ്റെ മനസ്സിൽ എന്താ പറ്റിയെന്നറിയില്ല, ഭാവുകത ജഗ് ആയി. വേഗം തന്നെ അവിനാശിൻ്റെ മനസ്സിൽ ഭാവുകത ഉണർന്നു. ഭാവുകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാഹിത്യപരമായ
ചിന്തകളൊക്കെ ഉണരാൻ തുടങ്ങി. ആയിക്ക് उसने एक नज़र पानी पर डाली एक दूर के किनारे पर और पूर्णता चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर इस वक्त हम में से कोई कुछ गा सकता. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിനാശ് എന്ന തൻ്റെ മിത്രത്തിന് എന്ത് സംഭവിച്ചു എന്നാണ്. അദ്ദേഹം ഭാവാത്മകതയ്ക്ക് ഉണർന്നപ്പോൾ തൻ്റെ ഒരു കണ്ണ് വെള്ളത്തിലേക്ക് നോക്കി കുറച്ച് ദൂരെ കിനാരോം പർ അതായത് തീരങ്ങളിലേക്ക് നോക്കിയിട്ട് ഒരു പൂർണ്ണ കലാകാരനെ പോലെ, തരഹ് എന്ന് പറഞ്ഞാൽ കലാകാരനെ പോലെ പറഞ്ഞു, നമ്മളിൽ ഒരാൾ നല്ലൊരു പാട്ട് പാടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ സമയത്ത് നല്ലൊരു പാട്ട് കൂടി ആയാൽ എത്ര ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി നമുക്ക് ഇതുമായി അനുബന്ധിച്ച് 1-2 വർക്ക്ഷീറ്റ്സ് ഉണ്ട്, അത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ്, മഗർ ബാത് കർനെ കി ജഗ ഉസ്നെ മേരാ ബിസ്തർ ലപേട്ട് കർ. സംസാരിക്കുന്ന അവൻ എൻ്റെ കിടക്കയെടുത്ത് ചുരുട്ടി കിടക്കി സെ ബാഹർ ഫേക് ദിയ, ജനലിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഓർ ഖുദ് മേരാ സൂട്ട് കേസ് ലിയേ ഹുയെ നീച്ചെ ഉത്തർ ഗയ, എൻ്റെ സൂട്ട് കേസ് സ്വയം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവിനാശിൻ്റെ ഇസ് ആചരണം ഇത്തരത്തിലുള്ള പ്രവൃത്തി മോഹൻ രാഗേഷും അവിനാശും തമ്മിലുള്ള കെ ബീച്ച് കി മിത്രത കാ ക്യാ അന്താസ മിൽ ജാത്തെ ഹൈ, അവർ തമ്മിലുള്ള മിത്രത, ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. മോഹൻ രാഗേഷ് और അവിനാഷ് കെ ബീച്ച്, അവർ തമ്മിൽ ഐസ ഘനിഷ്ഠ ദോസ്തി ഥി, നല്ലൊരു തിക്ക് ഫ്രണ്ട്ഷിപ്പായിരുന്നു ഉള്ളത്. അത് ഒരാൾ മറ്റൊരാളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും, അത്ര നല്ലൊരു ആത്മബന്ധമാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. ഈസ് അന്തരംഗ് മിത്രതാക്കെ കാരണം, ഈ ഇത്തരത്തിലുള്ളൊരു ആത്മബന്ധം കാരണമാണ് അവിനാഷ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. മറ്റൊരുത്തർ നോക്കാം. മോഹൻ രാഗേഷ് ക ഏക് ദിലി ദോസ്ത് അവിനാഷ്, മോഹൻ രാഗേഷിൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് അവിനാഷ്. ജബ് ചാഹെ വഹ് മോഹൻ രാഗേഷ് കെ സാത്ത് കോയി ഭി ആചരൺ കർ സക്താ ഹൈ, ആഗ്രഹിക്കുമ്പോഴൊക്കെ ഏത് രീതിയിൽ വേണേലും, അതായത് അതിന് എത്ര ഫ്രീഡം എടുത്താണേലും മോഹൻ രാഗേഷിനോട് പെരുമാറാൻ സാധിക്കും. കുച്ച് ഭി കർനെ കോ ഉസ്കെ ലിയെ സ്വതന്ത്രത ഹൈ, എന്ത് ചെയ്യുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രസ്തുത് ആചരൺ से उनके बीच का घनिष्ठ संबंध का परिचय मिलता है, ഇത്തരത്തിലൊരു പ്രവൃത്തിയിലൂടെ അവർ തമ്മിലുള്ള ആ ദൃഢമായ ബന്ധത്തിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു വർക്ക്ഷീറ്റ് നോക്കാം. मैं एक लंबी यात्रा करूँगा, ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നു मैं एक लंबी यात्रा കരൂങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേക്കാം, ഒരു പോസിബിലിറ്റിയാണ്, ഉറപ്പായിട്ടുള്ള കാര്യമല്ല. അതേസമയം യാത്ര കരുമെന്ന് പറഞ്ഞാൽ യെസ് ഐ വിൽ ഡു, ഞാനത് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ള വാക്യങ്ങളെയും മാറ്റി എഴുതണം. രണ്ടാമത്തെ നോക്കാം. ഇപ്പുറത്തെ കോളത്തിൽ മേ സീതേ കന്യാകുമാരി ചലാ ജാവും, അപ്പോൾ അത് നമ്മളെങ്ങനെ മാറ്റി എഴുതും? ഒരു പോസിബിലിറ്റിയുടെ സ്വരത്തിൽ വരുമ്പോൾ മേ സീതേ കന്യാകുമാരി ചലാ ജാവുങ്ക. അടുത്തത് മേ മുംബൈ തക്ക് യാത്ര കരുങ്ക, അതൊരു ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാകുമ്പോൾ മേ മുംബൈ തക്ക് യാത്ര കരും. അടുത്തത് മേരി യാത്ര ക അന്തിം പടാവ് കന്യാകുമാരി ഹോ, പുറത്ത് വരുമ്പോൾ അങ്ങനെ വരും മേരി യാത്ര ക അന്തിം പടാവ് കന്യാകുമാരി ഹോഗ. അവസാനത്തേത് അബ് ഹം ലൗട്ട് ചലേങ്കി, നമുക്കിനി തിരിച്ചു പോകാമെന്ന് പറയാം അല്ലേ, അതെങ്ങനെ പറയും? അബ് ഹം ലൗട്ടേ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.